അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ണീരോടല്ലാതെ ഈ വീഡിയോ കാണാൻ പറ്റൂല. പെരിന്തൽമണ്ണയിലെ ഈ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉപ്പ അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. ഉമ്മ രോഗിയാണ്. ഉമ്മയുടെ രോഗത്തിൻ്റെ ചികിത്സക്കും തൻ്റെ ജീവിതത്തിനും തൻ്റെ പഠനത്തിനും വേണ്ടി അധ്വാനിക്കുന്ന, ചായ വിറ്റ് അധ്വാനിക്കുന്ന ഒരു കുഞ്ഞുമോൻ. ആ ഒരു വീഡിയോ കാണേണ്ടതാണ്. അത് കണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. എന്താണ് അടുത്തുള്ളത്? ചായ. ചായ എന്തിനാ വെക്കണേ? പരിയിലെ ചെലവിന്. അപ്പൊ ഇയാള് പരിയിലെ ചെലവ് വെക്കണത് വരാറില്ലേ? പിന്നെ വീട്ടിലുള്ളത് ഇമ്മണ്ട്. ഉമ്മാക്ക് സുഖല്ല. അപ്പൊ നിങ്ങളെ ചെലവിന് പിന്നെ സ്കൂളിൽ വന്നിട്ട് ചായ ഇവിടെ ചായപാത്രം ഈ ചായപാത്രം. ഓക്കെ. ഇന്നെത്ര ചായ കിട്ടോ? 5 കിട്ടുള്ളൂ. ഇപ്പൊ രാത്രി 9:20 അല്ലെ? എപ്പോ വന്നാ 2 മണിക്ക് വന്നിട്ട് 5 ചായ കിട്ടുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ചായ വാങ്ങുന്നില്ലേ? എന്താ ആരും ചായ വാങ്ങണില്ല? എന്താ വാങ്ങത്ത് അറിയില്ല. എവിടേക്ക് ചായ എവിടേക്ക് പോയത്? ബൈപ്പാസ് കൊണ്ടുപോയി. എന്നിട്ട് ഇവിടുന്ന് ചായ വാങ്ങിയിട്ടില്ല. ഇനി എത്ര ചായ ബാക്കിണ്ട്? ആകെ 5 വിറ്റിട്ടുള്ളൂ. എത്ര 5 വിറ്റ്? ഇനി 16 ബാക്കിയുണ്ട്. അങ്ങനെ കച്ചവടം. അപ്പൊ രാത്രി 9:20. ഇനി ആരും ചായ കുടിക്കുവോ? ഇപ്പൊ എന്ത് ചെയ്യും? കച്ചവടത്തിന് വലിയ പോണം. അപ്പൊ നഷ്ടാവല്ലേ? ആനും പോയി പഞ്ചസാരം പോയി. അപ്പൊ നഷ്ടമായി ഇന്നത്തെ ചായ കച്ചവടം. അപ്പൊ എല്ലാ ദിവസവും ഇതോടെ ഉണ്ടാവോ? എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പൊ അന്ന് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഈ ഒരു കുട്ടി സംരംഭകന് ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചായ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലേ? അപ്പൊ ഇവന്റെ അടുത്ത് എല്ലാവരും ചായ വാങ്ങിയിട്ട് ഇവന് ചായയും കടി ഉണ്ടാവും. ഇന്നിപ്പോ ചായ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാരും ഇവന്റെ അടുത്ത് ചായ വാങ്ങിയിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാം. പെരിന്തൽമണ്ണ എവിടേക്കാ ഉണ്ടാവില്ലേ? ബൈപ്പാസിലാണ് ഉണ്ടാവില്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ അമീർ പപ്പടമിറ്റ് അമീറിന് ശേഷം നമ്മൾ പുതിയ ഒരാളെ കൂടി കണ്ടെത്തിയിരുന്നു. അസ്സലാമു അലൈക്കും. ഈ ഭയങ്കര സംഭവമല്ലോ. ഞാൻ ഇവിടുത്തെ MLA ആട്ടോ. MLA തന്നെ എന്താ പറയാ? അങ്ങനെ അറിയാം അല്ലേ? അല്ല, എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില്? ആർക്കാരൊക്കെ ഉള്ള? എത്ര വർഷം ഇവിടെ വന്നിട്ടാ മോനെ? 3 വർഷം. അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചു തുടങ്ങി? അല്ലേ? അപ്പൊ 3 വർഷമായിട്ടല്ലോ വന്നിട്ട്. അപ്പോഴേക്ക് ഈ മലയാളം 2 മാസം കൊണ്ട് തന്നെ പഠിച്ചു. ഉപ്പ എപ്പോഴാണ് മരണപ്പെടുന്നത്? 1 വർഷമായിട്ടല്ലോ. ഉപ്പൊക്കെ എന്തായിരുന്നു? തേപ്പിന് പോകാം. അപ്പൊ എങ്ങനെ അപകടം എങ്ങനെ പറ്റുന്നത്? അത് അങ്ങനല്ലോ. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരന്റെ കുട്ടിക്ക് പനിയായിരുന്നു. അപ്പൊ ഇപ്പൊ ആ കൂട്ടുകാർക്കൊന്നും മലയാളം അറിയില്ല. ഇപ്പൊ ഒക്കെ അറിയാം. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് വന്നിട്ട് വന്നു. പിന്നെ ആ കുട്ടീനെ ഒന്നുകൂടി കാണാൻ പോയപ്പോ അവിടെ ഓരെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒരു വണ്ടി വന്നു. എന്നിട്ട് കുത്തി. അപ്പൊ ഇപ്പൊ ഉമ്മാനിപ്പോ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ കച്ചവടത്തിന് പോയത് ഇല്ലേ? പണിക്കൊന്നും പോകാൻ വയ്യല്ലോ. ഉമ്മക്ക് സുഖമല്ല. ഉമ്മക്ക് എന്താ പറ്റി? ഉമ്മക്ക് എല്ലാ പ്രശ്നമാണ്. ഉണ്ടോ? ഡോക്ടറൊക്കെ എവിടെ കാണിക്കുന്നത്? ആണോ? അതൊക്കെ ഇങ്ങനെ ഉണ്ടോണ്? ആണോ? എനക്ക് എവിടെ നിന്ന് ചായ ഒക്കെ ഉണ്ടാക്കിയത്? ആണോ? പാലൊക്കെ വാങ്ങും. എന്റെ വീഡിയോ കണ്ടു കേട്ടോ. ഞാന് രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവനും അതിന് എത്ര ആൾക്കാർ പഠിക്കാൻ ഇഷ്ടല്ലേ? ഇപ്പൊ എത്ര ക്ലാസ്സിലെത്തി? 7ല്. അപ്പൊ നല്ല മിടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ്. നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ. മദ്രസിലും പഠിക്കണം. അവന്റെ അനിയൻ മർക്കസിലാണ് പഠിക്കണേ. അപ്പൊ എനിക്ക് മദ്രസിലും പഠിക്കണം. എനിക്ക് ഇവിടെ നിന്നോണ്ട് തന്നെ പോകാനല്ലേ ഉദ്ദേശിക്കുന്നത് അല്ലേ?
പെരിന്തൽമണ്ണ വിട്ട് പോകാൻ താല്പര്യമില്ല. ഇല്ല അല്ലേ? കേരളം വിട്ട് പോകാനാണ് താല്പര്യം. കേരളം വിടണ്ട, പെരുന്തമണയും വിടണ്ട അല്ലേ? ഇവിടെ നമുക്ക് ഉഷാറാക്കാം. അപ്പൊ ഇവിടുന്ന് താമസിക്കുന്നത് ഇനിയിപ്പം എന്താണ് അതിന്റെ പ്ലാന്? ഇവിടുന്ന് വേറെ എവിടെയും പോയാൽ നല്ലതാണ്. ഇവിടെ റൂമൊന്നും ശരിയില്ല. അത് നമുക്കൊന്ന് നോക്കാം. ലക്ഷ്മിയുടെ ഒരു വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാനേ. ഇതാരാടാ ഫോട്ടോ? ഒരു നിഷ്കളങ്കമായ വാക്കാണ്. ആരോട് വിദ്വേഷമില്ല, വെറുപ്പൊന്നുമില്ലല്ലോ, പരാതി ഒന്നുമില്ല. എൻ്റെ ഉമ്മ രോഗിയാണ്, ഉമ്മയെ ചികിത്സിക്കണം. ആ മുഖത്തുള്ള ഒരു തൻ്റെ ഇടം, ഇതൊരു പ്രശ്നമൊന്നുമല്ല. ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് നീക്കുമെന്നാണ്. എൻ്റെ ഉപ്പയാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. എൻ്റെ ഉപ്പാക്ക് ഇങ്ങനൊരു അപകടം സംഭവിക്കാനുണ്ടായ കാരണം തൻ്റെ സുഹൃത്തിൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഈ ഒരു അപകടം അവർക്ക് സംഭവിക്കുന്നത്. അതിലാണ് ഈ ഉപ്പ മരണപ്പെട്ടു പോകുന്നത്. ഉമ്മ രോഗിയാകുന്നു. ആരോടും ഒന്നുമില്ല. നമുക്ക് 5 ചായയാണ് വിട്ടുപോയിട്ടുള്ളത്. ബാക്കിയുള്ള ചായയുടെ പാല്, അതുപോലെ ചായപ്പൊടി, പഞ്ചസാര എല്ലാം നഷ്ടപ്പെട്ടു. സ്കൂൾ വിട്ട് വന്ന് 9:30 മണി രാത്രിയാണ്. 9:30 മണി വരെ ചായ കച്ചവടം. വേറൊരു വഴിയില്ല, ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. അല്ലാ, വലിയ സങ്കടമായി ഈ വീഡിയോ കാണുമ്പോൾ. അള്ളാഹു വലിയ റാഹത്ത് അവിടുത്തെ MLA, മാഷാ അല്ലാ, നല്ല മാതൃകപരമായ ഒരു നീക്കമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. വീട്ടിൽ പോകുന്നു, അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. പലവിധ വേദനകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. തൻ്റെ അഭിമാനം ഓർത്ത് പുറത്തൊന്നും പറയാതെ കഷ്ടപ്പെട്ടങ്ങ് ജീവിച്ചു പോകുന്ന കുടുംബങ്ങൾ, വേദനകൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, അവസാനം ആരോടൊന്നും പറയാതെ ജീവനൊടുക്കി കളയുന്ന കുടുംബങ്ങളൊക്കെയുണ്ട്. മാഷാ അല്ലാഹ്, ജീവിതം പൊരുതാനുള്ളതാണ്, പൊരുതി നേടാനുള്ളത്. ഒരു പോരാളിയാണ് ഈ മകൻ. പെരിന്തൽമണ്ണയിൽ ഈ മകൻ മറ്റുള്ള മക്കൾക്ക് ഒരു മാതൃകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധി പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തി അതിനൊരു പോംവഴി കണ്ടെത്തണം. ജീവിതം പാതി വഴിയിൽ വെച്ച് കളയലല്ല. നോക്കൂ, ഒരു 5 ചായ വിറ്റുപോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര നഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ നഷ്ടങ്ങൾ ഭരിക്കാനുള്ള കഴിവ് ആ കുട്ടിക്കില്ലല്ലോ. കുട്ടിയെ സഹായിക്കാൻ മറ്റാരുമില്ലല്ലോ. കുട്ടി തന്നെ അതിൻ്റെ നഷ്ടവും കണ്ടെത്തണം. സ്കൂളിൽ പോകണം, മദ്രസ, വലിയ ആഗ്രഹമാണ് അവൻ്റെ കുഞ്ഞുമോൻ്റെ. ആ കുഞ്ഞുമോന് അർഹമായൊരു വിദ്യാഭ്യാസം കിട്ടിയാൽ നല്ല ടാലൻ്റുള്ള കുഞ്ഞാണ്, എവിടെയും വിജയിക്കും, നല്ലൊരു നിലയിൽ ഉറപ്പായി എത്തും. അത്രക്കും ആ മികവ് ആ മുഖത്ത് കാണുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ആ നിഷ്കളങ്കമായ വാക്കുകൾ, തൻ്റെ ഉമ്മ രോഗിയായിട്ടും താൻ കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് ചടങ്ങിരിക്കാതെ റോട്ടിലേക്ക് ഇറങ്ങി, തൻ്റെ ഉമ്മയുടെ രോഗത്തെ ഞാൻ ചികിത്സിക്കണം, ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് കരുതി ആരെയും മന്യവൻ്റെ മുമ്പിലൊന്നും യാചിക്കാതെ തൻ്റെ ഇടത്തോട് അഭിമാനത്തോട് രാത്രി വരെയാണ്. പ്രായം 13, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. നമുക്കുമുണ്ടല്ലോ ഇതുപോലത്തെ മക്കൾ വീട്ടിൽ. അവരിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്ക്. നമ്മുടെ മക്കൾ നല്ല മെത്തയിൽ കിടന്ന് റീൽസുകൾ കണ്ട് അനാവശ്യമായ വീഡിയോസുകൾ കണ്ട് ചെലവഴിക്കുന്ന മക്കൾ. അൽഹംദുലില്ലാഹ്, ഈ കുട്ടിയുടെ തൻ്റെ ഇടം വലിയ സന്തോഷത്തിലാക്കി അള്ളാഹു ആ കുഞ്ഞുമോനെ ഏറ്റെടുത്ത ഇവിടുത്തെ MLA, മാഷാ അല്ലാഹ്, ഇത്തരത്തിലുള്ള ആളുകളെ സഹായ സഹകരണം. ഈ കുട്ടി അസാമിലെ കുട്ടിയാണ്.
ഇത്രയും പെട്ടെന്ന് ആ മലയാളം പഠിഞ്ഞെടുത്തത്. മാഷാ അല്ലാ, എത്ര കഴിവുണ്ടാകും ആ കുട്ടിക്ക്. ആ ഉപ്പയും ഒരു നല്ല മനുഷ്യനായിരുന്നു അല്ലേ? ഇല്ലെങ്കിൽ ആ അപകടം സംഭവിക്കുമായിരുന്നു. ആ അപകടത്തും ഉണ്ടായി തന്നെ തൻ്റെ അയൽവാസിയെ സഹായിക്കാൻ പോയപ്പോഴാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. വേദനകൾ അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. അവർക്കെല്ലാം അള്ളാഹു നല്ലൊരു പരിഹാരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.